ഇപ്പൊ ജൂൾ നിയമം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോ നമുക്ക് ജൂൾ നിയമം പ്രസ്താവിക്കാം. എങ്ങനെ പ്രസ്താവിക്കാം? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എച്ച് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതായത് നേർ അനുപാതത്തിലാണ്. എന്തിനൊക്കെ നേർ അനുപാതത്തിലാണ്? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും പ്രവഹിക്കുന്ന സമയത്തിനും നേർ അനുപാതത്തിലായിരിക്കും. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും പ്രവഹിക്കുന്ന സമയത്തിനും നേർ അനുപാതത്തിൽ ആയിരിക്കും. ജൂൾസ് നിയമം പറയുന്നതാണ്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം പ്രവാഹ തീവ്രതയുടെ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും പ്രവഹിക്കുന്ന സമയത്തിനും നേർ അനുപാതത്തിൽ ആയിരിക്കും. അതായത് എച്ച് ഇസ് ഈക്വൽ ടു H proportional to I square RT എന്ന് എഴുതാം. H proportional to I square RT and we can write it as H is equal to I square RT. ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ the heat generated in a current carrying conductor is directly proportional to the square of the current, directly proportional to the resistance of the conductor and directly proportional to the time of flow of current. The heat produced in a current carrying conductor is the product of square of the current, resistance and time. So H proportional to I square RT, that is H is equal to I square RT. അപ്പോൾ ഇതാണ് ജൂൾസ് നിയമം പറയുന്നത്. അപ്പൊ ഇനി ഈ ജൂൾസ് നിയമം ഉപയോഗിച്ച് നമുക്ക് ചില കണക്കുകൾ ചെയ്തു നോക്കാം, ചില പ്രോബ്ലംസ് ചെയ്തു നോക്കാം. എങ്ങനെയാണ് ഇതില് ഈ ജൂൾസ് നിയമം ഉപയോഗിച്ച് ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, കറണ്ട് അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്തൊക്കെയാണ്, എത്ര ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നൊക്കെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. നമുക്ക് ഒരു ചാലകത്തിന്റെ പ്രതിരോധം തന്നിരിക്കുന്നത് 200 ഓം എന്നാണ്. 200 ഓം. നമുക്കറിയാം ചാലകത്തിന്റെ പ്രതിരോധം സാധാരണ പറയുന്നത് ഓം എന്ന യൂണിറ്റിലാണ്. അപ്പൊ 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആംപിയർ കറന്റ് 5 മിനിറ്റ് നേരത്തേക്ക് പ്രവഹിക്കുകയാണെങ്കിൽ അതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര? 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആംപിയർ കറന്റ് 5 മിനിറ്റ് നേരത്തേക്ക് പ്രവഹിക്കുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന അളവുകളൊക്കെ ഒന്ന് എഴുതാം. R is equal to 200 ohm, I is equal to 0.2 ampere, 0.2 ampere. T is equal to 5 മിനിറ്റ് എന്നാണ് തന്നെ. 5 മിനിറ്റ് നമ്മള് 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഒരു കണക്ക് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോ അതിലെ യൂണിറ്റുകൾ എല്ലാം SI സിസ്റ്റത്തിലായിരിക്കണം. ഇവിടെ 5 മിനിറ്റ് എന്ന് പറയുന്നത് സമയത്തിന്റെ SI യൂണിറ്റ് അല്ല, മിനിറ്റ് എന്ന് പറയുന്നത് സമയത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അതുകൊണ്ട് 5 മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റുക? മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പൊ 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 into 60 സെക്കൻഡ് ആണ്, സമ 300 സെക്കൻഡ്. 300 സെക്കൻഡ്. അപ്പൊ ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. H is equal to I square RT. H is equal to I square RT. അപ്പൊ I എന്ന് പറയുന്നത് 0.2 ആംപിയർ, 0.2 സ്ക്വയർ ഇൻറ്റു R എന്ന് പറയുന്നത് 200 ആൻഡ് T എന്ന് പറയുന്നത് ഇൻറ്റു 300. T എന്ന് പറയുന്നത് 300 സെക്കൻഡ്.
സോ 0.2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.04 into 200. അപ്പോ 2 into 4 8 into 300. അപ്പോൾ 2400. 2400 കിട്ടി. ഇത്ര പോരാ, ഇതിന്റെ യൂണിറ്റും കൂടെ എഴുതണം. ഹീറ്റ് ആണ്. ഹീറ്റ് എന്ന് പറയുന്നത് എനർജിയാണ്. എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജൂൾ. അപ്പോ 2400 ജൂൾ എന്നാണ് ഇതിന്റെ ഉത്തരം. എങ്ങനെ കണ്ടെത്തിയെന്ന് പെട്ടെന്ന് നമുക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ആ ഇക്വേഷനിൽ നേരിട്ട് അപ്ലൈ ചെയ്യാനുള്ളൂ. 2400 ജൂൾ. ഓക്കെ. H is equal to I square RT എന്നാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. H is equal to I square RT. അപ്പൊ അടുത്ത പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ്, രണ്ടാമത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി നോക്കാം. ആദ്യം നമ്മൾ ഇതിന്റെ ആദ്യത്തെ ഇക്വേഷൻ നമ്മളായിരുന്നു H is equal to VIT എന്നായിരുന്നു. VIT എല്ലാ ഇക്വേഷനും പഠിച്ചിരിക്കണം. H is equal to VIT. അവിടെ നിന്നാണ് നമ്മള് വിക്ക് പകരം ഈ വിക്ക് പകരം നമ്മള് V by I is equal to R എന്ന് കൊടുത്തു ഓം നിയമപ്രകാരം. അപ്പൊ V is equal to IR എന്ന് കൊടുത്തു. അങ്ങനെയാണ് I square RT എന്ന് കിട്ടിയത്. ഇനി നമ്മള് ഇവിടെ തന്നെ ഈ ഐക്ക് പകരം നമുക്ക് ഇതേ ഇക്വേഷന് I is equal to V by R എന്ന് കിട്ടും. I is equal to V by R. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് H is equal to V by R whole square into RT എന്ന് എഴുതാം. V by R whole square into RT. അതായത് V square divided by R into T. H is equal to V square divided by R into T. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ H is equal to VIT. രണ്ടാമത്തെ ഇക്വേഷൻ H is equal to I square RT. മൂന്നാമത്തെ ഇക്വേഷൻ H is equal to V square by R into T. ഇങ്ങനെ മൂന്ന് ഇക്വേഷനും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ മൂന്ന് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന അളവുകൾ ഏതാണ്, ക്വാണ്ടിറ്റീസ് ഏതാണ്, അതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാൻ സാധിക്കണം. അതുകൊണ്ട് മൂന്ന് ഇക്വേഷൻ പഠിച്ചെടുക്കുക. H is equal to VIT, H is equal to VIT, H is equal to I square RT and H is equal to V square by R into T. ഈ മൂന്ന് ഇക്വേഷനും ഓർമ്മിച്ചു വെക്കുക. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ബൾബിന്റെ പ്രോബ്ലം ആണ്. 230 വോൾട്ട് 230 വോൾട്ടതയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബൾബ്. അതിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് 920 ഓം. 920 ഓം. ഇതിലൂടെ 3 മിനിറ്റ് നേരത്തേക്ക് വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര? 230 വോൾട്ട് 920 ഓം ആണ് പ്രതിരോധം. 3 മിനിറ്റ് ആണ് അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര താപമാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. തന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ ആദ്യം എഴുതാം. വോൾട്ടേജ് V എന്ന് പറയുന്നത് 230 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. 230 വോൾട്ട്. പിന്നെ അടുത്തത് പ്രതിരോധം R എന്ന് പറയുന്നത് 920 ഓം. 920 ഓം. T എന്ന് പറയുന്നത് 3 മിനിറ്റ്. നേരത്തെ പറഞ്ഞ പോലെ 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡിലേക്ക് മാറ്റണം. 3 into 60 സെക്കൻഡ്, അതായത് 180 സെക്കൻഡ്. ഇനി H is equal to I square RT എന്ന് ഇവിടെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇവിടെ V ആണ് തന്നത്. അപ്പൊ നമുക്ക് I square RT ക്ക് പകരം നമ്മൾ നേരത്തെ പഠിച്ച വേറൊരു ഇക്വേഷൻ ഉണ്ട്. V square by R into T. V square by R into T. അങ്ങനെയാണെങ്കിൽ നമുക്ക് V square എന്ന് പറയുന്നത് 230 whole square into T എന്ന് പറയുന്നത് 180 സെക്കൻഡ് ഡിവൈഡ് ബൈ R എന്ന് പറയുന്നത് 920. അപ്പൊ നമുക്ക് എല്ലാ ഇതും കിട്ടിക്കഴിഞ്ഞു, എല്ലാ ക്വാണ്ടിറ്റിയും കിട്ടിക്കഴിഞ്ഞു. ഇതിനെ നിർദ്ധാരണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. എത്രയാണെന്നുള്ളത് ഇതിനൊന്ന് നമ്മള് ചെയ്തു നോക്കാം. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുന്ന ആൻസർ എഴുതിക്കൂടാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അറിയുന്നത് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത്. ഈ ഇക്വേഷൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. പകരം
നമ്മള് ഐ സ്ക്വയർ കാണേണ്ടി വരും. ഐ കാണാൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. വി ബൈ ഐ ഈസ് ഈക്വൽ ടു ആർ എന്നാണ്. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്നാണ്. വി ബൈ ആർ 230/920 വരും ഐ എന്ന് പറയുന്നത്. അത് തന്നെയാണ് 230/920 അതിന്റെ സ്ക്വയർ. ആർ വീണ്ടും വരും. ഐ സ്ക്വയർ ആർ എന്ന് പറയുമ്പോൾ വീണ്ടും 6 വരും. അപ്പോ വീണ്ടും 920 മേലെ വരും ഇൻറ്റു 180 വരും. അപ്പോ ഈ ഇക്വേഷൻ വെച്ചിട്ടും നമുക്കിത് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തില് ഒരു ഇസ്തിരിപ്പെട്ടിയെ പറ്റിയാണ് ചോദ്യം. ആ ഇസ്തിരിപ്പെട്ടി 230 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഇസ്തിരിപ്പെട്ടിയുടെ 3 ആംപിയർ കറണ്ട് പ്രവഹിക്കുന്നു. അരമണിക്കൂർ നേരത്തേക്ക് 3 ആംപിയർ കറണ്ടാണ് പ്രവഹിക്കുന്നത്. അരമണിക്കൂർ നേരത്തേക്ക്. അങ്ങനെയെങ്കിൽ ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര? 230 വോൾട്ടിൽ 3 ആംപിയർ കറണ്ട് പ്രവഹിക്കുന്ന 3 ആംപിയർ കറണ്ട് അരമണിക്കൂർ നേരത്തേക്ക് പ്രവഹിക്കുന്ന ഒരു ഇസ്തിരിപ്പെട്ടിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്ര? അപ്പൊ നമുക്ക് ഇക്വേഷനിൽ നമുക്ക് പ്രോബ്ലത്തിൽ തന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം. V is equal to 230 volt. I is equal to 3 ampere. Then T is equal to അരമണിക്കൂർ. അരമണിക്കൂർ എന്ന് പറയുന്നത് എത്രയാണ്? 30 മിനിറ്റ്. 30 മിനിറ്റ്. 30 മിനിറ്റ് എന്ന് പറയുന്നത് 30 × 60 സെക്കൻഡ്. അപ്പൊ എത്രയും 3 6 18 1800 സെക്കൻഡ്. ഇപ്പൊ വി ഉണ്ട്, ഐ ഉണ്ട്, ടി ഉണ്ട്. അപ്പൊ ഏതായിരിക്കും ഇക്വേഷൻ ഉപയോഗിക്കുക? നമുക്ക് 3 തരം ഇക്വേഷൻ ഉണ്ട്. 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എച്ച് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു ടി. സോ വി എന്ന് പറഞ്ഞാൽ 230 ഇൻറ്റു ഐ എന്നാണ് 3, ടി എന്ന് പറയുന്നത് 1800. ഓക്കെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നു, ഒരു വാല്യൂ കിട്ടുന്നു. അത്രയും ജൂൾ ആയിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 230 ഇൻറ്റു 3 ഇൻറ്റു 1800 ജൂൾ. യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. യൂണിറ്റിന് അര മാർക്ക് ഉണ്ട്. അതുകൊണ്ട് യൂണിറ്റ് എപ്പോഴും കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഇപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് അതിന്റെ ആൻസർ എഴുതാം. ഇത്രയും ജൂളായിരിക്കും. ഇനി നമുക്കറിയാം 4.2 ജൂൾ എന്ന് പറയുന്നതാണ് 1 കലോറി എന്ന് പറയുന്നത്. 4.2 ജൂൾ എന്ന് പറയുന്നത് 1 കലോറി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഏത് വാല്യൂനെയും നമുക്ക് കലോറിയിലേക്ക് വേണമെങ്കിൽ മാറ്റാം. കലോറി എന്ന് പറയുന്നത് എനർജിയുടെ മറ്റൊരു യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. അപ്പൊ കിട്ടുന്ന വാല്യൂവിനെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കലോറിയിലേക്ക് അതിനെ മാറ്റാൻ സാധിക്കും. അപ്പൊ ചില പ്രോബ്ലത്തിൽ നിങ്ങളോട് ഈ ജൂൾ എത്രയാന്ന് കണ്ടെത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഹീറ്റ് കണ്ടെത്തിയതിനു ശേഷം അതിനെ കലോറിയിലേക്ക് മാറ്റാൻ പറയും. കലോറിയിലേക്ക് മാറ്റാൻ പറയുകയാണെങ്കിൽ കിട്ടിയ ജൂളിനെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദ കലോറിക് വാല്യൂ. ഇനി നമുക്ക് 2 ഹീറ്ററുകൾ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2 ഹീറ്ററുകൾ. ഈ എ എന്ന് പറയുന്ന ഒരു ഹീറ്റർ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ഹീറ്റർ ഉണ്ട്. എയും ബിയും. ഇതില് എ എന്ന ഹീറ്ററിലൂടെ പ്രവഹിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന് വോൾട്ടേജ് രണ്ടും 230 വോൾട്ട് ആണ്. 230 വോൾട്ട്. റെസിസ്റ്റൻസിൽ മാറ്റമുണ്ട്. റെസിസ്റ്റൻസിൽ മാറ്റം എന്ന് പറയുന്നത് ഒന്നാമത്തെ എ എന്ന ഹീറ്റർ 1150 ഓം ആണ് അതിന്റെ റെസിസ്റ്റൻസ് നോക്കുക. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 460 ഓമേ ഉള്ളൂ. 460 ഓം. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് രണ്ടിലൂടെയും 5 മിനിറ്റ് നേരത്തേക്ക് കറണ്ട് പാസ് ചെയ്യുന്നു. 5 മിനിറ്റ്. ഇവിടെ 5 മിനിറ്റ്. അപ്പൊ നമുക്ക് ഇതില് എത്രയാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, രണ്ടിലും ഹീറ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതെന്ന് നോക്കാം. ഇപ്പൊ വി 6 ടി ആണ് തന്നെ. സോ എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. എച്ച് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് പറഞ്ഞ ഒന്നാമത്തെ കേസിൽ എ എന്ന കേസിൽ 230 ഇൻറ്റു
ടി എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. അപ്പോൾ 5 × 60 300 സെക്കൻഡ്. 300 സെക്കൻഡ്. പിന്നെ 230 സ്ക്വയർ ഉണ്ട്. 230 × 230 സ്ക്വയർ × 300 ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്നത് 1150. അതേപോലെ ഇവിടെ 230 × 230 × 460 അല്ലെ 300 സമയം എന്ന് പറഞ്ഞാൽ 300 ഡിവൈഡ് ബൈ 460. അപ്പൊ ഇവിടെ ഈ ക്വാണ്ടിറ്റി രണ്ടിന്റെ മുകളിലുള്ള ക്വാണ്ടിറ്റി സെയിം ആണ്. അടിയുള്ള ക്വാണ്ടിറ്റി മാത്രം 6 മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ 6 വലുതാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് വാല്യൂ ചെറുതായിരിക്കും. ഇത് ഏകദേശം നമുക്ക് 13,800 കിട്ടും. 13,800 ജൂൾ, 13,800 ജൂൾ എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. അതേസമയം ഇവിടെ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർ എന്ന് പറയുന്നത് സ്മോൾ ആണ്. അതായത് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ 6 ചെറുതാണ്. ഇത് 34,500 ജൂൾ കിട്ടും. 34,500 ജൂൾസ്. ഏതാ വലുത്? ഇതാണ് കൂടുതൽ. അതായത് ബി എന്ന ഹീറ്ററിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് ഹീറ്റ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അതായത് പ്രതിരോധം കുറഞ്ഞ ഹീറ്ററിലാണ് ഹീറ്റ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? പ്രതിരോധം കുറഞ്ഞ ഹീറ്ററില് ഹീറ്റ് കൂടുതൽ അനുഭവപ്പെടുന്നു. പ്രതിരോധം കൂടിക്കഴിഞ്ഞാല് ഹീറ്റ് കുറവാണ് അനുഭവപ്പെടുന്നത്. അതായത് നമ്മൾ ഈ രണ്ട് ഹീറ്ററും കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് അങ്ങനെയാണ്. ഈ റിസൾട്ട് ശരിയാണ്. ഹീറ്റ് അനുഭവപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ഹീറ്റ് അനുഭവപ്പെടുന്നത് പ്രതിരോധം കുറഞ്ഞ ഹീറ്ററിലായിരിക്കും. അതിന് കാരണം നമുക്കറിയാം H = I²RT എന്നാണ്. H = I²RT എന്നാണ് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ. ജൂൾ നിയമപ്രകാരം പഠിച്ച ഇക്വേഷൻ H = I²RT. അതായത് I സ്ക്വയർ അനുസരിച്ചാണ് ഇത് മാറുന്നത്. ഐന്റെ വർഗത്തിനനുസരിച്ചാണ്, അതായത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനനുസരിച്ചാണ് ഹീറ്റ് മാറുക. അപ്പോ I എന്ന് പറയുന്നത് എങ്ങനെയാണ്? V/R ആണ് I എന്ന് പറയുന്നത്. V/R. അപ്പൊ 230 എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആണ്. V എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആണ്, 230 ആണ്. R എന്ന് പറയുന്നത് ഇവിടെ 1150 ആണ്. അപ്പോ 230/1150 പറയുമ്പോ ഈ I എന്ന് പറയുന്നത് കുറയും. 230/460 എന്ന് പറയുമ്പോ I ഇതിനേക്കാളും കൂടുതലാണ്. അപ്പൊ കൂടുതൽ I കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കൂടും. I കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കൂടും എന്നാണ് നമുക്ക് ജൂൾ നിയമത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. H = I²RT എന്ന ഇക്വേഷൻ പ്രകാരം 13,800 ജൂളും ഇവിടെ വരുന്നു. ഇവിടെ 34,500 ജൂളും വരുന്നു. എന്ന് വെച്ചാൽ പ്രതിരോധം കുറഞ്ഞ ചാലകത്തിൽ ഹീറ്റ് കൂടുന്നു. ജൂൾ നിയമപ്രകാരം നമ്മള് H = I²RT എന്ന് പറഞ്ഞു. H = I²RT. അതായത് കറണ്ടിന്റെ വർഗത്തിനും പ്രതിരോധത്തിനും സമയത്തിനും അനുപാതമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന താപം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ മാറ്റം വന്നാൽ എച്ചിന് എന്തൊക്കെ മാറ്റം വരും നോക്കാം. ഓരോ ക്വാണ്ടിറ്റിക്കും മാറ്റം വന്നു കഴിയുമ്പോൾ എച്ചിന് എന്ത് മാറ്റം വരും? അപ്പൊ I²RT = H എന്നുള്ള I²RT എന്നുള്ള നമ്മള് ബേസ് ഇക്വേഷൻ ആയിട്ട് വെക്കുന്നു. ഇനി I അങ്ങനെ തന്നെ വെക്കുന്നു. R എന്ന് പറയുന്നത് R/2 ആയി നിൽക്കാം. R പ്രതിരോധം കുറഞ്ഞു. T അത് തന്നെ. അങ്ങനെയാണെങ്കിൽ H = I²RT എന്ന് പറയുന്നത് എങ്ങനെ വരും? H = I²RT. R പകരം നമ്മള് /2 എന്ന് എടുക്കണം അല്ലെ. ആറിന്റെ വാല്യൂ ഇപ്പോ R/2 ആണ്. അപ്പൊ I²RT ആണെങ്കിൽ നമുക്കറിയാം H ആണ്. അപ്പൊ ഇത് H/2 എന്നായി. H/2. ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ നേർപകുതിയേ ഉള്ളൂ. അതായത് പ്രതിരോധം കുറഞ്ഞു കഴിഞ്ഞാൽ R/2 ആയി കഴിഞ്ഞാൽ, പ്രതിരോധം അതിന്റെ പകുതി ആയി കഴിഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും പകുതിയായി മാറി എന്നർത്ഥം. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പകുതിയായി മാറി. ഇനി I അതേപോലെ നിൽക്കുന്നു. R ഡബിൾ ആയി 2R.
ടി അതേപോലെ തന്നെ. അപ്പൊ എന്താ മാറ്റം വരാം? H is equal to I square R T എന്നാണ് ഇക്വേഷൻ. R പകരം 2R ആയി, 2R. അപ്പൊ I square RT into 2, അപ്പോ 2H എന്നായി അല്ലേ? 2H. അതായത് പ്രതിരോധം ഇരട്ടിയായപ്പോ ഹീറ്റും ഇരട്ടിയായി. പ്രതിരോധം ഇരട്ടിയായപ്പോ ഹീറ്റ് ഇരട്ടിയായി. ഇനി I എന്നുള്ളത് 2I എന്നാവും. പ്രവാഹ തീവ്രത ഡബിൾ ആവുന്നു. R അത് തന്നെ, T അത് തന്നെ. അപ്പൊ നമ്മളെ ഇക്വേഷനിൽ H is equal to I square RT എന്നുള്ള I square RT. ഐക്ക് പകരം 2I കൊടുക്കുന്നു. 2I whole square. 2I whole square എന്ന് പറയുമ്പോ അപ്പൊ ഇത് എത്രയായി മാറി? 2I whole square എന്ന് പറയുമ്പോ 4I square RT എന്നായി. 4I square RT എന്ന് വെച്ചാൽ 4H എന്നായി. ഇതിന്റെ കമ്പയർ ചെയ്യുമ്പോൾ 4H എന്നായി. അതായത് വൈദ്യുത പ്രവാഹ തീവ്രത ഡബിൾ ആയപ്പോ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് 4 ഇരട്ടിയായി. 4 ഇതിനേക്കാളും ആദ്യം തന്നേക്കാളും 4 ഇരട്ടിയായി മാറി. ഇനി കറന്റ് പകുതിയായി മാറും നോക്കാം. I/2. R അത് തന്നെ, T അത് തന്നെ. ഇങ്ങനെയാണെങ്കിൽ H is equal to I square RT. I square RT എന്നുള്ള 1I/2 square RT എന്നായി. I/2 square RT. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. I square RT 2 square എന്ന് പറയുമ്പോൾ 4. അപ്പോ H/4 എന്നായി. അതായത് കറന്റ് പകുതിയായി കുറഞ്ഞാൽ ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് 4/1 കുറയും. കറന്റ് പകുതിയെ കുറയുന്നുള്ളൂ, ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് 4/1 കുറയുന്നു. ഇനി കറന്റ് I തന്നെ, R അത് തന്നെ. T എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് നേർപകുതിയായി നിൽക്കാം. T/2 എന്നായി നിൽക്കാം. അങ്ങനെയാണെങ്കിൽ H is equal to I square R T/2 എന്നായി. I square R T/2. അപ്പോഴും H/2 എന്നായി. H/2. അതായത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത കറന്റിന്റെ പകുതിയെ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സമയം കുറഞ്ഞു കഴിഞ്ഞാലും കറന്റ് താപോർജം കുറഞ്ഞു പോകും. ഇനി I എന്ന് പറയുന്നത് തന്നെ, R എന്ന് പറയുന്നത് തന്നെ സമയം കൂടി നിൽക്കുക, ഡബിൾ ആയി 2T എന്നായി. അങ്ങനെയാണെങ്കിൽ H is equal to I square R into T എന്ന് പറയുന്നത് 2T. അപ്പൊ 2H. അതായത് സമയം വർദ്ധിച്ചു കഴിഞ്ഞാൽ, ഡബിൾ ആയി കഴിഞ്ഞാൽ ഹീറ്റും അത്ര തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ഡബിൾ ആയി മാറും. അപ്പൊ ഈ ഒരു കമ്പാരിസൺ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കറന്റിന്റെ പ്രവാഹ തീവ്രത I കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് വളരെ കൂടുതൽ. കറന്റ് ഡബിൾ ആകുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 4 ടൈംസ് ആണ്. കറന്റ് പകുതി ആകുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതിന്റെ 4/1 പ്രൊഡ്യൂസ് ചെയ്യപ്പെടുള്ളൂ. അപ്പോ I കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച്, പ്രവാഹ തീവ്രത കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ചാലകത്തില് രൂപപ്പെടുന്ന താപോർജത്തിന് മാറ്റം, വളരെ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ടേബിളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്രയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലങ്ങളെ പറ്റി പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വൈദ്യുത പ്രവാഹത്തിന്റെ ഈ റെസിസ്റ്റൻസ്, പ്രതിരോധം ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള മാറ്റങ്ങൾ എന്ന് അടുത്ത ക്ലാസ് നമുക്ക് പറയാം. താങ്ക് യു.